കമന്റ് ബോക്സ് മൊത്തം +2 പിള്ളേർ തൂക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വീഡിയോൻ്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എവിടാ സീക്രട്ടൈസിൻ്റെ +2 ചോദ്യ പേപ്പർ ഇത്രയും കട്ടിയായിട്ട് ഞങ്ങൾ ഇത്രയും വലഞ്ഞുകൊണ്ടിരിക്കുമോ, നീ എന്തിനാ ബാക്കി കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് വെച്ചിട്ട് പിള്ളേർ തൂക്കി. അപ്പോൾ താനാണോ കാരണം ഇതിനൊക്കെ? താൻ ഒറ്റൊരുത്തൻ. ഇയാളുടെ കമന്റ് ബോക്സ് ഞാൻ പോയി നോക്കുമ്പോൾ അവിടെയും നല്ല വെട്ടുവിളിയാണ് പിള്ളേർ. ഫേസ്ബുക്കിൽ പോയി നോക്കുമ്പോൾ മാതാപിതാക്കളൊക്കെയാണോ പോയിട്ട് പാരൻസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് മനുഷ്യനാണ് ഇത്രയൊക്കെ കേട്ട് ഏറെ കയറിയിട്ടും ഒരു കാര്യമില്ല. അവിടെ ഇയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് വിഷയം നോക്കാം, കുട്ടികൾക്ക് എന്താണ് സീനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പിള്ളേരുടെ വീഡിയോ തന്നെ പ്ലേ ചെയ്യാം. 2025 +2 ഫൈനൽ എക്സാം ഫിസിക്സ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു ഇത്. പറയാതിരിക്കാൻ വയ്യ. എന്നുവെച്ചാൽ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത്യക്തി ഇട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസാണ്. മോഡൽ എക്സാമിന് ഈ സാധനം ഇട്ടിട്ടാണ് ഫൈനൽ എക്സാമിന് അവർ ഇതിട്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. നല്ല ഈസി എക്സാം. സംഗതി എന്താ പറയുക, പിള്ളേരൊക്കെ ആകെ പൊട്ടിയിരിക്കുകയാണ്. പാരൻസിനും വിഷയമായിട്ടുണ്ട്, ടീച്ചേഴ്സിനും വിഷയമായിട്ടുണ്ട്. മോഡൽ എക്സാം എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രിപ്പറേറ്ററി എക്സാം, അത് ദ എക്സാക്ട് കാർബൺ കോപ്പി ആ സാധനം ആവാനൊരു വഴിയില്ല. ബട്ട് സ്റ്റിൽ മോഡൽ എക്സാം ഈസ് എ മോഡൽ എക്സാം. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, എന്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ. ആ എക്സ്പെക്റ്റേഷന് വേണ്ടിയിട്ടാണ് കുട്ടികളെ പ്രിപ്പയർ ചെയ്യാൻ ഈ സാധനം ഇട്ട് കൊടുക്കുന്നത്. അതിലുള്ളതിനേക്കാൾ നേരെ ഉൾട്ട സാധനം, കുറച്ചും കൂടി ടഫർ വേർഷൻ ഇപ്പുറത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ അത് ശരിക്കും കുട്ടികൾക്ക് ഇട്ട് പണിയുന്ന പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് നിങ്ങൾ പോയിട്ട് ഇനിയിപ്പോൾ ലെറ്റർ അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അത് വായിക്കാൻ മാത്രം അങ്ങേർക്ക് ഉണ്ടോ നമുക്ക് അറിയില്ല. അല്ല വോയിസ് മെമ്മോ ഒക്കെ അയക്കേണ്ടി വരും. പിള്ളേരുടെ അയാളുടെ കമൻറ്റ് ബോക്സിൽ പോയി എഴുതിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കമൻറ്റ് ബോക്സ് വായിക്കാൻ പറ്റണ്ട അങ്ങേരെ കൊണ്ട്. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ബാക്കി പിള്ളേർക്ക് പറയാനുള്ളതും പാരൻസിന് പറയാനുള്ളതൊക്കെ നമുക്കൊരു വഴിയെ നോക്കാം. +2 കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ്. ഫിസിക്സ് പാടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു കെമിസ്ട്രി ഈസി ആക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത്. എല്ലാം എഴുതിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട്. ഇവനെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് സമയം കളഞ്ഞു. നീ യൂട്യൂബിൽ ഇരിക്കില്ലടാന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവന് നേരെ വരാൻ പോണത്. കാരണം ഇവിടുത്തെ സോക്കോൾഡ് കമ്മികളുടെ ഒരു അവസ്ഥ അറിയാമല്ലോ. അവരെ മക്കൾക്ക് വരെ ഈ അവസ്ഥയായിരിക്കും. മനസ്സിലായ? സോ വിഷയം +2 പരീക്ഷ ചോദ്യപേപ്പറിനെതിരെയാണ് വിദ്യാർത്ഥികളും ടീച്ചേഴ്സും പാരൻസും എല്ലാവരും ഒരുപോലെ. അപ്പം അതിലിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ആവറേജ് പഠിക്കുന്ന കുട്ടി, അതിന് താഴെ പഠിക്കുന്ന കുട്ടി, അങ്ങനെയൊന്നുമില്ല. ഈ എക്സാം എഴുതി +2 എക്സാംസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഓരോരുത്തർക്കും പറയാനുള്ളത് ദ സെയിം സ്റ്റോറിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ എക്സാം ഇട്ടു? ഓക്കെ, ഇതിപ്പോൾ ഒരു ലെവൽ കൂട്ടാനാണ്. ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നത് എന്താ, ഈസിയാക്കി പാസ്സാക്കി വിടും, A+ വാരിക്കൂരി കൊടുക്കുകയാണ്. ഇതിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ടഫാക്കി സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാറൊന്ന് ഹൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളത് എന്ത് ചെയ്യുന്നുള്ളത് അറിയാനായിരുന്നെങ്കിൽ കുട്ടികളെ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ മക്കൾക്ക് കൊടുക്കാതെ അവരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് എന്തായാലും നിങ്ങൾ പഠിച്ചതാണല്ലോ, നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഈ സാധനങ്ങൾ എഴുതിയിട്ട് പോകും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ സാധനമേ കൊടുത്തിട്ടില്ല എന്നാണ് പിള്ളേർ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം. ഇപ്പം ഞാനൊക്കെ എഴുതിയൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ 2009, 2010 ആ ഒരു ബാച്ചായിരിക്കും. ആ ടൈമിലൊക്കെ നമുക്ക് കിട്ടിയൊരു രീതിയും ഫോർമാറ്റും ഇപ്പോൾ എനിക്ക് പിള്ളേർ അയച്ചു തന്നതിൽ കുറച്ച് ആൾക്കാർ അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫൈനാണ്, സിമിലർ സാധനമാണ്. പക്ഷെ ഇതിനിടയിലൊരു ടൈം ഉണ്ടായിരുന്നു, ഈ കൊറോണയും അതും ഇതും ആകെ പ്രശ്നമായിട്ട് ചില ബാച്ചുകൾക്ക് കുറച്ചും കൂടി ലിബറലായിട്ടായിരുന്നു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞ സാധനം കാണിപ്പിക്കാനും, പിന്നെ അതിൽ ക്രിറ്റിസിസം വന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, നൈസായിട്ട് ഈ അടുത്ത കാലത്തെങ്ങാണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ത് പറഞ്ഞത്, പഴയ പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ഉയർത്താൻ പോവാണ്, ചോദ്യ പേപ്പറുകളും ചോദ്യങ്ങളുടെയും സ്റ്റാൻഡേർഡൊക്കെ ഉയർത്താൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട്. നല്ലതാണെന്ന് പറയുന്നേ ഇല്ല. ഓക്കെ, ഒരു 40% പാസ്സാവാനുള്ള സാധനമാണ്, 40% കുറച്ച് എബോവ് ആവറേജ് ഉള്ളതും, 20% ക്വസ്റ്റ്യൻസ് നല്ല എക്സലൻ്റ് ആയിട്ട്
പഠിക്കുന്നവർ ഓക്കെ ഫൈൻ. കാരണം കുട്ടികളെല്ലാവരും ഒരുപോലെയല്ല. ഓക്കെ, പ്രിപ്പയർ ചെയ്യുന്നതും ഒരുപോലെയല്ല, എല്ലാവരുടെയും IQ ലെവൽ ഒരുപോലെയല്ല. സോ എല്ലാവർക്കും പാസ്സാവാനുള്ള രീതിയിലുള്ള മെജോറിറ്റി എന്താണെങ്കിലും ഒരു മെജോറിറ്റി ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ആയിരിക്കും. ബിലോ ആവറേജിൻ്റെ എണ്ണവും എക്സലൻറ്റിൻ്റെ എണ്ണവും കുറച്ച് കുറവായിരിക്കും. ബട്ട് ആവറേജ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ആൻ ആവറേജ് കുറച്ച് ആ ഒരു 2 കാറ്റഗറി എന്താണെങ്കിലും അത്യാവശ്യം മെജോറിറ്റി ഉണ്ട്. ഇത് അവരെ പോലും വലയ്ക്കുന്ന, ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നവർക്ക് പോലും പണി കിട്ടുന്ന രീതിയിലുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് യൂസഡ്. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആ ഒരു അന്താളിപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലുള്ള ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായി, പിന്നെ ബാക്കി ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഫോൺ എടുത്തപ്പോഴാണ് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് മനസ്സിലായത്. അതിനുശേഷം 4 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രിയുടെ എക്സാം നടക്കുന്നത്. സാധാരണ കെമിസ്ട്രി കുറച്ച് ഈസി ആവാറാണ് പതിവ്. പക്ഷേ ഇത്തവണ കെമിസ്ട്രിയുടെ ലെവൽ ഓഫ് ടഫ്നെസ് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി സ്കിപ്പ് ചെയ്തു പോയ ആൾക്കാർക്ക് നല്ല പണി കിട്ടി. പല ആൾക്കാരും പറയുന്നത് കെമിസ്ട്രിയാണ് ഫിസിക്സിനേക്കാളും പാടുന്നതാണ്. ഇത്രയും ഒരു പാറ്റേൺ വ്യത്യാസം വരാൻ പോകുന്നൊരു വർഷത്തിൽ നമുക്ക് ഓണം എക്സാം സർക്കാർ നടത്തിയിട്ടില്ല. അതായത് സ്കൂളുകൾ കേന്ദ്രീകൃതമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ക്രിസ്മസ് എക്സാം വന്ന സമയത്ത് പാറ്റേൺ കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് സമയമല്ലേ ഉള്ളൂ. അത് പ്രാക്ടിക്കൽ, അതുപോലെ റെക്കോർഡ്, അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കിൽ അതങ്ങ് പോയി. അത് കഴിഞ്ഞ് മോഡൽ എക്സാം വന്നപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിളായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു മോഡൽ എന്ന ഒരു വാക്കിൻ്റെ പ്രസക്തി ഓർത്തിട്ട് ഇനിയും പബ്ലിക് എക്സാം അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് മനസ്സിലായത് അതുമായിട്ട് പുലബന്ധം പോലുമില്ല. എൻ്റെ പൊന്നോ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ ആ രീതിയിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പണി കിട്ടി. അപ്പം പല ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ, CBSE സ്റ്റുഡൻസ് ലാഫിങ് അറ്റ് ദ കോർണർന്ന്. ബ്രോ, നിങ്ങൾ CBSE ആണ്, നിങ്ങൾ ആ ലെവലിൽ പഠിക്കണം, നിങ്ങൾക്കത് വരുന്നത് നിങ്ങൾക്കറിയാം. 2018 അല്ലെങ്കിലും കുട്ടനാട്ടിൽ വെള്ളം കയറുന്നവർക്കറിയാം. പക്ഷെ നമുക്കതറിയില്ലായിരുന്നു. 2018 വെള്ളം കയറില്ല എന്ന് പറഞ്ഞിരുന്നു. വെള്ളം കയറിയപ്പോഴാണ് നമ്മളത് അറിഞ്ഞത്. അതുപോലെയാണ് ഇത്തവണ എക്സാമിൻ്റെ കാര്യം. CBSE-കാർക്ക് അറിയാം അവർക്ക് ആ ലെവൽ ടഫ് വരും, അവർക്ക് അത്രയും ലെവൽ കൂടുമെന്ന്. പക്ഷെ നമുക്കതറിയില്ല ബ്രോ. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവൽ ഭയങ്കരമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ പിള്ളേർ, ഞാൻ പറഞ്ഞല്ലോ, പിള്ളേരാകെ വലഞ്ഞിരിക്കുകയാണ്. പിള്ളേരെക്കാൾ കൂടുതൽ പിള്ളേരുടെ ടെൻഷൻ കണ്ടിട്ട് മാതാപിതാക്കൾക്കാണ് ആകെ ടെൻഷനാവുന്നത്. ടീച്ചേഴ്സും അന്തം വിട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പാറ്റേൺ ചേഞ്ചോ എല്ലാം നല്ലതാണ്, വേണ്ടാന്ന് പറയുന്നില്ല. ഇപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണമായിരിക്കും ഇപ്പോൾ വളരെ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, കാരണം ഈ ഓൺലൈൻ ഒരുപാട് കുറേ ഉണ്ടേ. ഞാൻ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല. കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസും യൂട്യൂബ് ചാനൽസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പഠന രീതിയാണ് ഇപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക ഇംപ്ലിമെൻ്റ് ചെയ്തും കുട്ടികൾ കുറച്ചും കൂടി ഫോളോ ചെയ്തത്. ഇപ്പോൾ എക്സാമിൻ്റെ ഒരു പാറ്റേൺ മാറുന്നതോട് കൂടിയിട്ട് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രീവിയസ് ഇയറും ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് പഠിക്കുന്നവർക്ക് ഈ മാറിയ പാറ്റേണിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോധം കിട്ടുന്ന അവസ്ഥയായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അതായത് ഒരു പരീക്ഷയ്ക്ക് കയറി ആദ്യത്തെ പരീക്ഷയുടെ നട്ടം തിരിഞ്ഞിരിക്കുമ്പോൾ അവരാലോചിക്കും ഇനി വരാൻ പോകണം എന്തായിരിക്കും. സെക്കൻഡ് എക്സാമിനാണ് നാളെ കിട്ടുന്നത്. ഫിസിക്സും പോയി, കെമിസ്ട്രിയും പോയി, മാത്സും പോയി, എല്ലാം പോയി. ഈ ഒരു അവസ്ഥയിൽ പിള്ളേർ വീട്ടിലേക്ക് വരുമ്പോൾ മാതാപിതാക്കൾ വെറീഡാവുന്നിരിക്കും. കാരണം അവർ നോക്കുന്നത് എന്താ, +2 എക്സാം കഴിഞ്ഞ് കുട്ടി ഇറങ്ങി നല്ല മാർക്കൊക്കെ വാങ്ങി അടുത്ത അഡ്മിഷൻ്റെ കാര്യങ്ങൾ അത് ഇതൊക്കെ നടക്കൂല. ഇപ്പം നമ്മളെ ടൈമിൽ, ഇപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് ചിലപ്പോൾ A+ൻ്റെ എണ്ണം കുറവായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് പിന്നെ കസിൻസ് പഠിക്കുന്ന സമയത്ത് വാരിക്കൊരു A+ സാധനങ്ങളുമാണ്. പക്ഷെ നമ്മളെ സമയത്ത് ഫുൾ A+ കിട്ടിയ ആൾക്കാരും അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറി ഓഫ് സോ കോൾഡ് ടീംസിന് അവർക്കൊക്കെ സ്കൂൾ കിട്ടാനും, ഇപ്പോൾ ആവറേജ് ഉള്ള നമുക്ക് സ്കൂൾ കിട്ടാനും എളുപ്പമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കംപ്ലീറ്റ് A+ ഉള്ളവർക്ക് എത്ര സ്കൂളിൽ എവിടെയൊക്കെ കിട്ടും, മനസ്സിലായോ? അപ്പം എല്ലാവരും ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ബാക്കിയുള്ളവർ ചിന്തിച്ച നല്ലതാണ്, സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് ഇതേപോലെ 40, 40, 80 എന്നുള്ള ഫോർമാറ്റിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് കുട്ടികളെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് വരില്ല, ഒരു മിക്സ് ബജ് എല്ലാവരും ഒരുപോലെ എന്നുള്ളൊരു സാധനം വരില്ല. എഫേർട്ട് ഇട്ട് പഠിക്കുന്നവർ, അല്ലെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എക്സാംസിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ, അവർക്കൊക്കെ ചിലപ്പോൾ അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ ഇവിടെ അവർക്ക് പോലും ഒരു അഡ്വാൻറ്റേജും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോയി സ്റ്റേറ്റ് സിലബസിൽ എന്നുണ്ടെങ്കിൽ സീനല്ലേ. ഒരു പറയുന്നിടത്ത് കാര്യമുണ്ടല്ലോ.
എന്താണെങ്കിലും നമുക്ക് പാരൻസിന് പറയാനുള്ളതും ബാക്കി കാര്യങ്ങളും ന്യൂസിലൊക്കെ വന്ന് വൻ ന്യൂസായി. കാരണം ന്യൂസ് ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ അടക്കം പിള്ളേർ വന്ന് തൂക്കിയിടയതുകൊണ്ട് അവർ വരെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫിസിക്സ് എക്സാം ആയിരുന്നു. ഫിസിക്സ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡീഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി. വാരിക്കോരി A+ നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ. മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ. എന്തായാലും +2 വിദ്യാർത്ഥികളെ ആകെ വിയർപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷകൾ. +2 ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി. മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല. ആദ്യ ഭാഗങ്ങളിലെ 1 മാർക്കും 2 മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു. അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ 2 എണ്ണം അറിയാത്ത അവസ്ഥ. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം. ഫിസിക്സ് 14 ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കിപ്പോയ ഒരാൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ, പഠിച്ചതുള്ളതും കൂടെ മറന്നുപോയി കണ്ടപ്പോൾ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഫിസിക്സിൻ്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു. അത്ര ഇപ്പോൾ ഈ ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ മാറ്റുവാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയ എന്താ, ഈ മോഡൽ ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിന് വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാമിൻ്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു നേരത്തെ ഒരു സാമ്പിളായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തിരി കൂടി പ്രിപ്പയർ ആവായിരുന്നു. 40% ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്ത 40% ശരാശരി നിലവാരമുള്ളതും ബാക്കി 20% കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഓക്കെ, അപ്പം എന്താണെങ്കിലും പിള്ളേർ വലഞ്ഞ അവസ്ഥയിൽ പിള്ളേർ നട്ടം തിരിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ന്യൂസ് ചാനലിലെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഈവൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഒക്കെ പോയി തൂക്കി അടി കയറുകയാണ് നടക്കുന്നത്. ഒന്നും ചെയ്യാനില്ല. ഇതിനിപ്പോൾ വരും ദിവസങ്ങളിലെ എക്സാമിൻ്റെ ചോദ്യപേപ്പർ മാറ്റാനൊന്നും പോകുന്നില്ലല്ലോ. പാറ്റേൺ ഏകദേശം മനസ്സിലായല്ലോ. കഷ്ടപ്പെട്ട് പഠിക്കില്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ ഈ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ അയ്യോ അമ്മയെന്നൊന്നും 10ഒന്നും പറഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈഫിൽ നമുക്ക് സക്സസ് എന്ന് പറയുന്നത് ഇതൊരു സക്സസ് ആണ്. ബട്ട് സ്റ്റിൽ ഇത് വിചാരിച്ച് നിങ്ങൾ മനസ്സ് കളഞ്ഞ്, പ്രത്യേകിച്ച് പാരൻസൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്ന ആളോട് ഈ ഊത് വീർപ്പിച്ച ബലൂണിൻ്റെ മുകളിലല്ല ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ സീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഫേസ്ബുക്കിനകത്തുള്ള കമൻറ്റ് ബോക്സ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കമൻറ്റ് ബോക്സ് ആണിത്. ഇതിനകത്ത് കുട്ടികളല്ല, പാരൻസ് ആണല്ലോ. പാരൻസിന് നല്ല കൺസേൺ ഉണ്ട്, ടീച്ചേഴ്സിന് നല്ല കൺസേൺ ഉണ്ട്. മനസ്സിലായോ? കാരണം ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിലർ പറയും പിന്നെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇത്രയും ടഫാണ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ടഫാണ് എന്നുള്ളത് നമുക്കറിയാം, ടഫായിരിക്കും എന്ന് നമുക്കറിയാം. മനസ്സിലായോ? പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പം CBSE മാറി സ്റ്റേറ്റ് സിലബസിലേക്ക് വരുന്ന പിള്ളേരടക്കമുണ്ട്. എന്തിന് അവിടെ ടഫായി, ഇവിടെയാണെങ്കിൽ കുറച്ച് ഈസിയാന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. കുറച്ചുകൂടി ഈസിയാണ് ഇവിടെ എന്നുള്ളത് അറിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഓക്കെയാണ് മോഡൽ എക്സാമിന് അടക്കമാണ് ഫൈൻ, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച പോയ ആളുകളെ തലക്കിട്ടടിച്ച് ഇരുട്ടത്ത് പോകണവൻ്റെ തലക്കടിച്ചവനുണ്ടാവും. ആ അവസ്ഥയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പിന്നെ അവർ പറയാതിരിക്കില്ല. അപ്പോൾ പാരൻസും റിയാക്ട് ചെയ്യും, ടീച്ചേഴ്സും റിയാക്ട് ചെയ്യും, കുട്ടികളും റിയാക്ട് ചെയ്യും, എല്ലാവരും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇതിനകത്ത് പാരൻസും കൂടി സംസാരിക്കുന്നുണ്ട്. ഒരു പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി, ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ. അപ്പോൾ അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. എക്സാമിന് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാൻ വന്നപ്പോൾ ആ പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നതിലുള്ള ക്വസ്റ്റ്യനല്ല വന്നിരിക്കുന്നത്, ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റ്യനാണ് ഇട്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ഒന്നും മനസ്സിലാകുന്നില്ല. വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ. മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നു. മിസ് തുടങ്ങിയപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ 2 മാർക്ക് എത്തിയപ്പോൾ കുറേ ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ ആലോചിച്ച് സമയം കുറേ പോകേണ്ടി വന്നു. പിന്നെ മാത്സ് ദ ഫോളോയിങ് ആയപ്പോഴും കുറേ അത്യാവശ്യം ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ 8 മാർക്ക് എഴുതിയപ്പോൾ അധികം എഴുതാൻ പറ്റിയില്ല. 1 മാർക്കും 2 മാർക്കും ഒന്നും എഴുതാൻ പറ്റിയില്ല. കുറേ നേരം ആലോചിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലായത്. പിന്നെ അറിയാൻ പാടാത്തത് വിട്ട് അറിഞ്ഞതൊക്കെ എഴുതി.
മാത്സ് നല്ല പേടി. ഇനി വരുന്ന പാറ്റേൺ എങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും നല്ല പേടിയുണ്ട്. ഇളവുണ്ടാകാൻ താല്പര്യമുണ്ട്, ലിബറലാക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എല്ലാം നോക്കിയിട്ട് പോയ കുട്ടി പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അവളുടെ ആത്മവിശ്വാസം ചോരുന്ന രീതിയിലാണ്. ബോർഡ് എക്സാമിൻ്റെ അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് അതുമായിട്ട് യാതൊരു ഇതുമില്ല. ഒരു പരീക്ഷ കഴിയുമ്പം അടുത്ത പരീക്ഷ എങ്ങനെ ആവും എന്നുള്ള പേടിയിലാണ്. ഇപ്പം മാത്സിനെ കുറിച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. ബയോമാത്സ് ആണ് മോളെടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഒരു ചെറിയ ക്ലൂ എങ്കിലും അവർക്ക് മോഡൽ എക്സാം നടത്തിയപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാമായിരുന്നു അതിനനുസരിച്ച്. കെമിസ്ട്രിയിലാണെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി ചോദിച്ചിരിക്കുന്ന ആ പ്രോബ്ലം ഒക്കെ ആൻസേഴ്സ് കിട്ടണ്ട, അതിൻ്റെ പോലും കുട്ടികൾക്ക് അത് ആൻസർ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള വളരെ കുഴപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇൻ്റർനാഷണൽ മോഡൽ, അമേരിക്കൻ മോഡൽ ട്രൈ ചെയ്തതായിരിക്കും മുഖ്യനും വിദ്യാഭ്യാസ മന്ത്രിയും കൂടി. ട്രൈ ചെയ്തോ, പക്ഷെ കുട്ടികളെ പ്രിപ്പയർ ചെയ്തിട്ട് ട്രൈ ചെയ്തു. ഇനിയിപ്പം മൂല്യനിർണ്ണയം കുറച്ചുകൂടി ലിബറലായിട്ട് ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അതുതന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാലും ചീത്തപ്പേര് കുട്ടികൾക്ക് തന്നെ വരും. മനസ്സിലായി? ഈ ബാച്ചിൽ ഇറങ്ങുന്ന കുട്ടികളുടെ തലയിൽ തന്നെ ചീത്തപ്പേര് വന്നിരിക്കും. പിന്നെ മൂല്യനിർണ്ണയം കുറച്ച് ലിബറലാക്കിയോണ്ടല്ലേ നീയൊക്കെ പാസ്സായി പോകുന്നു, നിനക്കൊക്കെ A+ കിട്ടിയെന്നുള്ള ചോദ്യവും വരും. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 1-2 കുട്ടികളല്ല, ഒരുപാട് കുട്ടികളും പാരൻസും ടീച്ചേഴ്സും ഒരുപോലെ പറയുകയാണ് ഇത് സീനാണ്. ഒട്ടും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പാറ്റേണാണ് അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. മോഡൽ എക്സാമിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ. എന്ത് ചെയ്യും എന്നുള്ള ഒരു അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, ഇത് അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അല്ലാതെ മറ്റേ സിനിമയിലുണ്ടല്ലോ, നാടോടിക്കാറ്റ് ഏതൊരു പടത്തിനകത്ത് നമ്മളെ ലാലേട്ടനും പിന്നെ നമ്മളെ ഇങ്ങനെ ആരെയും അതിനെയാണ് പടം തോന്നുന്നു എനിക്ക്, മറ്റേ അലർച്ച കേൾക്കണു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ശ്രീനിവാസനും മോഹൻലാലും കൂടി കിടന്നിട്ട് എന്തൊരു അലർച്ച, എന്തൊരു സുഖം ഒരൊറ്റ വിറ്റകളുടെ അലർച്ച കേൾക്കാമെന്ന് പറഞ്ഞിട്ട്. അതേപോലെയാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കിടന്നിട്ട് ആ കുട്ടികളെ അലർന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടി, കമൻറ്റ് ബോക്സിൽ കിടന്ന് ചീത്ത പറയുന്നുണ്ട് എല്ലാവരും കൂടി. ഓ എന്തൊരു രസം, നമ്മൾ സക്സസ് ആയി, നമ്മൾ അടിപൊളിയായി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മന്ത്രിയാവേണ്ടതൊക്കെ അല്ലേ, ഭാവിയിൽ ഇവരൊക്കെ തന്നെയല്ലേ വോട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ. വിദ്യാഭ്യാസ മന്ത്രി ഉണരൂ.